ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ്. ഇത് നേരത്തെയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഫെബ്രുവരി ആയി, ഇത് ജനുവരിയിലുള്ള വീഡിയോ ആണ്. എന്ന് വെച്ചാൽ അറിയാലോ, കുറേ ദിവസം എനിക്ക് വയ്യാതെ വന്ന്, പിന്നെ അതേണ്ട കൺവെൻഷൻ്റെ തിരക്ക്, ഇനി ഭയങ്കര തിരക്കായിരുന്നു. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞ് സമാധാനമാവും. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളെല്ലാവരും കൂടെ തേജുവിൻ്റെ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമ്മുടെ ഗൗരിയുടെ വീട് ആലപ്പുഴയിലാണെന്ന് അറിയാമല്ലോ, അവിടെ പോകുകയാണ്. നേരെ ഞങ്ങൾ പോയത് അവിടുത്തെ സ്റ്റുഡിയോയിലാണ് കേട്ടോ. ക്യൂടെക്സ് വാങ്ങിച്ചു, പിന്നെ ചെരുപ്പ് വാങ്ങിച്ച്, പിന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗൗരിയുടെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നേരെ അമ്പലത്തിൽ വന്ന് കറക്റ്റ് ഊണ് സമയമാണ്. അപ്പം ഞങ്ങൾ ഉണ്ണായിരിക്കുവാണേ. senior citizens മാത്രം ഞങ്ങളുടെ GSB എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ തറയിലിരുന്നാണ് നമ്മൾ സദ്യ കഴിക്കുന്നത് കേട്ടോ. പിന്നെ അത്രയ്ക്കും വയ്യാത്തവരുണ്ട്, കാലിന് സുഖമില്ലാത്ത, നടുവിന് സുഖമില്ലാത്ത, പ്രായം ചെന്നവർ, അവരൊക്കെ മാത്രം മുകളിൽ മേശയും പിന്നെ കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബെഞ്ച് കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ മിക്ക ദിവസവും വെക്കുന്ന കറികളാണ്. നമ്മളെ വറുത്തരച്ച തീയലും അന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടില്ലേ, പിന്നെ നമ്മുടെ തൈരും കാച്ചിലിൻ്റെയൊക്കെ കറിയും, പിന്നെ പ്രസാദമായിട്ട് ലഡു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലഡു ഉണ്ടായിരുന്നു, പിന്നെ ഭഗവാന് നിവേദിച്ച അവലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെയും നമ്മൾ ഗൗരിയുടെ വീട്ടിൽ വന്ന് ഒന്ന് കിടന്നതിന് ശേഷം നമ്മൾ പിന്നെ പോയി കുളിച്ച് ഒരുങ്ങി. ഇനി വൈകുന്നേരത്തെ വിശേഷത്തിനാണ് നമ്മളിവിടെ വന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം തകൃതമായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും സാരി ഉടുപ്പിക്കുന്നതും പൊട്ട് തൊടുന്നതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, എങ്കിലും ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് പ്രധാന പൂജ, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതിനാണ് തേജുവിന് വഴിപാടുള്ളത്. കല്യാണം കഴിയുകയാണെങ്കിൽ ഇവിടെ വനദുർഗ ദേവി എന്നൊക്കെ പറഞ്ഞ് ആ ദേവിക്കൊരു നെയ്വിളക്ക് നേരാന്ന് പറഞ്ഞു. അങ്ങനെ നെയ്വിളക്ക് ഞങ്ങൾ കത്തിച്ചു. പിന്നെ നമ്മൾ നെയ്വിളക്ക് കത്തിച്ചില്ല, ഇനി നെയ്വിളക്ക് വൈകിട്ട് പോയി കത്തിക്കത്തേ ഉള്ളൂ കേട്ടോ. അത് അമ്പലത്തിൽ ഞങ്ങളെല്ലാവരും ഒരുങ്ങി വരികയാണ്. പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ ഭഗവാൻ പല്ലക്കിനകത്ത് നല്ലതുപോലെ അലങ്കരിച്ച് ഭഗവാനെ പല്ലക്കിലിരുത്തിയിട്ട് എല്ലാ വീടുകളുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എല്ലാ വീട്ടുകാരും ഇതുപോലെ മേശയൊക്കെ നല്ലപോലെ തൂത്ത് നല്ല ക്ലീൻ ചെയ്തിട്ട് തറയിൽ കോലമൊക്കെ വരച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി നിവേദിക്കാനുള്ള ഫ്രൂട്ട്സ്, നട്ട്സ്, നമുക്കിഷ്ടമുള്ള എന്ത് വേണേലും വെക്കാം. അത് പിന്നെ ചാർത്താനുള്ള പൂമാല, പൂക്കൾ എന്നൊക്കെ വെച്ച് നല്ലതുപോലെ അലങ്കരിക്കാം. ഏത് രീതിയിൽ നല്ലപോലെ അലങ്കരിക്കാവോ ആ രീതിയിലൊക്കെ നമുക്ക് അലങ്കരിച്ച് വെക്കാം കേട്ടോ. ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നേ. നമ്മുടെ വിഷ്ണു ഭഗവാന് ഏറ്റവും ഇഷ്ടം പുഷ്പാലങ്കാരമാണ് കേട്ടോ. എത്ര പൂക്കളും ഉണ്ട് അലങ്കരിച്ചാലും തൃപ്തിയാവത്തില്ല, അതുപോലെ ഇഷ്ടമാണ് പുഷ്പാലങ്കാരം. അമ്പലത്തിനുള്ളിലും ഇതുപോലെ തന്നെ ആരതി ഒഴിയാൻ കുറേ പേര് വരും. ആ ആരതി എല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ് പല്ലക്കിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് എല്ലാ വീടുകളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകും. സുഖം. ഹായ് ഹായ്. 100 അല്ല 1 ലക്ഷം. ഹായ് ഹായ്. പിന്നെ തീർച്ചയായും ഹായ്. ഒത്തിരി പേര് നമ്മുടെ ഫാമിലി മെമ്പറാണ്. ഒത്തിരി സന്തോഷമാണ് കേട്ടോ. കുറേ പേരുമായിട്ട് ഫോട്ടോ ഇങ്ങനെ വീടുകളിലൊക്കെ പോയായിരുന്നു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്നെങ്കിലും നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ ഇതുപോലെ വരുവേ.
ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞതിനാണ് അന്നൊരു ഒരു നെഗറ്റീവ് വന്നത്. സ്വയം അങ്ങ് പുകഴ്ത്തുവാന്ന്. സത്യം പറഞ്ഞാൽ ഇനി പുകഴ്ത്തുവാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയും പേരുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിടുന്നു, ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പുകഴ്ത്തലൊന്നുമല്ല, സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഗൗരിയുടെ വീട്ടിൻ്റെ മുമ്പിലുള്ളതാണ്. ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുതിന് ശേഷം വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് ആദിമ വരുന്നത്. ഇവിടെ നിന്നാണ് ആദിമ തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോകും. അതാ പറഞ്ഞത്. കുഞ്ഞു പിള്ളേർ വരെ ഓടി വരും. അവരെല്ലാവരും പറഞ്ഞ എന്താന്ന് കേട്ടെ, ഞങ്ങൾ വീഡിയോ കാണാറുണ്ടെന്ന് കേട്ടോ. എനിക്ക് കുഞ്ഞു പിള്ളേരൊക്കെ പറയുന്നപ്പോൾ എനിക്കങ്ങ് അതിശയം, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടത്തരവും പറഞ്ഞ് ഡാൻസൊക്കെ ആടത്തില്ല. അതാണ് ഈ കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടം. ഇതാണ് ഞാൻ പറഞ്ഞ പല്ലക്ക് പൂജ. അപ്പോൾ പല്ലക്ക് പൂജയിൽ ഭഗവാൻ വരുമ്പോഴത്തേക്ക് വേണ്ട പുരുഷന്മാരാണെങ്കിൽ തേങ്ങ വെച്ച് കാണിക്കയൊക്കെ വെച്ച് ഇങ്ങനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാറ് പതിവുണ്ട്. അപ്പോൾ കല്യാണം കഴിയുകയാണെങ്കിൽ ഇങ്ങനെ തേങ്ങ വെച്ച് നമസ്കാരം ചെയ്യാമെന്ന് ഞങ്ങൾ നേർന്നിട്ടുണ്ട്. അതാണ് തേജു കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നത്. അതുമല്ല, ദേവിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വനദുർഗയിൽ നമ്മൾ നെയ്വിളക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നെയ്വിളക്കും നമ്മൾ വഴിപാട് നടത്തി. പല്ലക്ക് പൂജയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഗൗരിയുടെ വീട്ടിൽ നിന്ന് പാറുവിൻ്റെ മാമൻ്റെയും മാമിയുടെ വീട്ടിൽ വന്നു. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ദമ്പതികൾ ഏത് വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും അവർക്ക് മധുരം കൊടുക്കുന്നൊരു പതിവുണ്ട്. പിന്നെ വേണമെങ്കിൽ ഡ്രസ്സുകൾ കൊടുക്കാം. പിന്നെ മധുരം കൊടുക്കണം നിർബന്ധമാണ്. പൂവും ചന്ദനം കുങ്കുമമൊക്കെ തൊട്ടതിന് ശേഷം മധുരം കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. പിന്നെ വെറ്റില കൊടുത്തിട്ട് ഇങ്ങനെ ദക്ഷിണയൊക്കെ കൊടുക്കുന്നു. ദക്ഷിണയല്ല, പൈസയൊക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് പോയത്. കല്യാണം കഴിഞ്ഞോ അനുഗ്രഹിക്കണം. അറിഞ്ഞായിരുന്നല്ലേ? ജയം. അപ്പോൾ ഇനിയും കുറേ വീടുകളിലുണ്ട് പോകാൻ. രാത്രി ആയതുകൊണ്ടാണ് പോകാത്തത് കേട്ടോ. ഇനി ആലപ്പുഴയിൽ വേറൊരു ദിവസം അവർ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ നമ്മുടെ ക്യാബേജിൻ്റെ ഇഡ്ഡലിയായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ മാരാമൺ, അതായത് കോഴഞ്ചേരിയിലോട്ട് പോകുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ബൈ, ടാറ്റാ.